ടിനി ടോമിനെതിരെ ഗുരുതര ആരോപണവുമായി നടി അൻസിബ തന്നെക്കുറിച്ച് മോശം കഥകൾ പ്രചരിപ്പിക്കുന്നു. കമ്മിറ്റിയിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞതിനെ തുടർന്ന് വ്യക്തിവൈരാഗ്യം തീർക്കുകയാണ്, അവിഹിത കഥകൾ പ്രചരിപ്പിക്കുകയാണ്, മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുന്നുവെന്നുവരെ പ്രചാരണം നടത്തി. തന്നെ ജിഹാദി എന്നുവരെ അധിക്ഷേപിച്ചുവെന്നും അൻസിബ ആരോപിക്കുന്നു. ഡാനി പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഇപ്പോൾ ടിനി ടോമിനെതിരെ ഗുരുതരമായ ആരോപണമാണ് അൻസിബ ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? കഴിഞ്ഞ കുറച്ചു നാളുകളായി അമ്മയിൽ പുകയുന്ന ചില കാര്യങ്ങൾ, അതാണ് ഇപ്പോൾ അത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ടിനി ടോമിനെതിരെ ഗുരുതര ആരോപണമാണ് നടി അൻസിബ പറയുന്നത്. അൻസിബ പറയുന്നത് ഇങ്ങനെയാണ്: തന്നെ കുറിച്ച് വളരെ മോശം കഥകൾ പ്രചരിപ്പിക്കുന്നു ടിനി ടോം. കമ്മിറ്റിയിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞതിനെ തുടർന്നാണ് ഈ രീതിയിലുള്ള വ്യക്തിവൈരാഗ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ തനിക്കെതിരെ തീർക്കുന്നത് എന്നതാണ് അൻസിബ പറയുന്നത്. ഒരു അവിഹിത കഥകൾ അടക്കം പ്രചരിപ്പിക്കുന്നു. അതിനേക്കാൾ ഗുരുതരമായ ഒരു പരാമർശം മതപരിവർത്തനത്തിനടക്കം പ്രേരിപ്പിക്കുന്നു എന്നുവരെ പ്രചാരണം നടത്തുകയുണ്ടായി. തന്നെ ജിഹാദി എന്നുവരെ വിളിച്ച് അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതില് ടിനി ടോമിന്റെ കൂടെ ഒരു സംഘം തന്നെ ഉണ്ട് എന്നതാണ് അൻസിബ പറയുന്നത്. തന്നെ ഇനിയും ഉപദ്രവിക്കുമോ എന്നതടക്കമുള്ള ഭയം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ അമ്മയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ചെയ്യാൻ ഒരു മതസംഘടന വേണ്ട എന്ന് പറഞ്ഞത് അന്നു മുതൽ തന്നെ വർഗീയവാദിയാക്കുകയായിരുന്നു എന്നതാണ് പറയുന്നത്. ഈ ടിനി ടോം പറഞ്ഞ കാര്യങ്ങൾ കൂടുതലും നിനാക്കുറുപ്പാണ് തന്നോട് ഇത് പറയുന്നത്. ഇതിൽ കുടുംബസംഗമം നടക്കുന്നതിന്റെ തലേന്ന് നീനാക്കുറുപ്പിനെ കയ്യേറ്റം ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടായെന്നും അൻസിബ സൂചിപ്പിക്കുന്നു. ഇതിനെക്കുറിച്ച് നീനാക്കുറുപ്പ് തന്നെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. ശ്വേതാ മേനോന് പ്രസിഡന്റിന് ഇക്കാര്യങ്ങളെല്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പരാതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുണ്ട് എന്നും അൻസിബ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അമ്മയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിലനിൽക്കുന്ന കാര്യങ്ങൾ അൻസിബ ഈയിടക്കാണ് രാജി സമർപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്മ സംഘടനയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പരാതികൾ ഉയരുന്നു. അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ തന്നെ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്ക് തങ്ങൾക്ക് പണം ലഭിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ, ശമ്പളം ലഭിക്കാത്ത ഒരു സാഹചര്യം, ഒപ്പം തന്നെ ഈ തൊഴിലെടുത്ത് അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പരാമർശങ്ങളും അമ്മയിൽ നടക്കുന്നതായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പൊ അൻസിബ കൂടി ഇത്തരം പറച്ചിലുകളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അമ്മയുടെ ഭാരവാഹികൾ അടക്കം ഇനി പ്രതികരിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ അമ്മയുടെ നേതൃത്വത്തിൽ അവിടെ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള നേത്ര പരിശോധനാ ക്യാമ്പ് അടക്കം. ഇപ്പോൾ നടി അൻസിബ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അൻസിബ, ഇപ്പോൾ ടിനി ടോമിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ജിഹാദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു, അത് അതേസമയം തന്നെ വ്യക്തി വൈരാഗ്യം തീർക്കുകയാണ് തന്നോട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇത് ഞാൻ കേട്ടതാണ്. എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു. ഒന്നാമത് കുറെ അവിഹിത കഥകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജിഹാദി പരാമർശം, അദ്ദേഹത്തിന്റെ ടിനി ടോം ചേട്ടന്റെ ഡ്രൈവർ ഉൾപ്പെടെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളുടെ മകനെ ഉൾപ്പെടെ ഞാൻ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. സോറി, ഹലോ അൻസിബ തുടർന്നോളൂ. അപ്പൊ ഞാന് അങ്ങനെ അവരെയൊക്കെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അത് മറ്റ് മെമ്പേഴ്സിന്റെ മുന്നിലും ഒക്കെ വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ അത് നീന കുറുപ്പേച്ചി, നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ തന്നെയാണ്, നീന ചേച്ചിയാണ് എന്നോടത് പറഞ്ഞു തന്നത്. അപ്പൊ എനിക്കത് എനിക്കിപ്പോഴും അറിയില്ല എന്താ പറയണ്ടതെന്ന്. നമ്മളെ കൂടെയൊക്കെ ഉള്ള ആൾക്കാര് നമ്മൾ അങ്ങനെ ആയിരുന്നു കണ്ടിരുന്നത് എന്ന് ചിന്തിച്ചു പോവല്ലോ. അൻസിബ, ഇപ്പോൾ ടിനി ടോമിനൊപ്പം ഒരു സംഘമുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നാണ് അൻസിബ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമ്മയിൽ ഒരു സംഘം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെ വിമർശനം ഉന്നയിക്കുന്നവരെ വ്യക്തിഹത്യ ചെയ്യാനെന്ന് വേണോ നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ? ഉണ്ടാവും. അതെ. ഇപ്പോൾ എന്തെങ്കിലും നടപടി സ്വീകരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ അൻസിബയുടെ ഭാഗത്ത് നിന്ന്? എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാന് ഫെബ്രുവരി 21 രാജിവെച്ചതാണ്. ഫെബ്രുവരി 21 ഞാന് പ്രസിഡന്റിനും സെക്രട്ടറിക്കും വാട്സപ്പിലും എന്റെ രാജി കത്തയച്ചിരുന്നു. അമ്മ ഒഫീഷ്യൽ മെയിൽ ഐഡിയിലേക്കും അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ സെക്രട്ടറിയാണ് എന്നെ വിളിച്ചിട്ട് യാഥാർത്ഥ്യം ചോദിച്ചത്. ശരിക്കും ജോലി തിരക്ക് കാരണം തന്നെയാണോ രാജിവെച്ചതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല ചേച്ചി, പ്രശ്നങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അപ്പോ എന്റെ അടുത്ത് സെക്രട്ടറി പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൻസിബ ഈ കാര്യങ്ങൾ കാരണമാണ് രാജിവെക്കുന്നതെന്ന് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ടോളൂ. ഞാൻ പറഞ്ഞു, വയ്യ ചേച്ചി, ഞാൻ ഇത്രയും സഹിച്ചു,
ഞാൻ അവിടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് വന്ന നാൾ മുതൽ പല രീതിയിലാണ് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് വയ്യ, എന്റെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി എനിക്ക് വയ്യാത്ത അവസ്ഥയാണ്. ഞാനില്ല, ഒന്നിനുമില്ല, ഞാൻ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ തീർന്നില്ലേ എന്നും പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. പക്ഷെ കഴിഞ്ഞ EC മീറ്റിംഗിലാണ് എന്റെ രാജി അപ്രൂവ് ചെയ്തത് കമ്മിറ്റി. അതിനുശേഷം പക്ഷെ ഞാനിപ്പോ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഞാൻ രാജിവെച്ചതിന്റെ കാരണങ്ങൾ പല കെട്ടുകഥകളാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്തിനാണ് ഞാനിത് മറച്ചു വെക്കുന്നത്? ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? എന്റെ മനസമാധാനത്തിനെങ്കിലും എനിക്ക് സത്യം തുറന്നു പറയണം എല്ലാരോടും, ഞാൻ രാജിവെച്ചത് എന്തിനാണെന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. വല്ലാത്ത അവസ്ഥയിലാണ് പോണത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു എക്സിക്യൂട്ടീവ് മെമ്പർ എനിക്കെതിരെ വ്യാജ പരാതി കൊടുത്തിട്ട് ഒരു 3 മണിക്കൂറാണ് ഞാൻ ഹരാസ് ചെയ്യപ്പെട്ടത്. അത് അന്ന് ആ പരാതി എക്സിക്യൂട്ടീവ് മെമ്പർ കൊടുത്തപ്പോ, എനിക്കെതിരെ കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോ ഞാൻ കമ്മിറ്റിയിൽ പറഞ്ഞു, എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്തിട്ടുണ്ട്, എന്നെ മോശക്കാരിയാക്കാൻ വേണ്ടി കൊടുത്ത ഒരു പരാതിയാണ്, ഇത് അമ്മയിൽ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അമ്മയിലേക്ക് ഒഫീഷ്യൽ മെയിൽ ചെയ്തതാണ്. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇട്ടതാണ്, മെസ്സേജ് ഇട്ടതാണ്. അപ്പൊ അന്ന് പ്രസിഡന്റ് പറഞ്ഞു എന്നോട്, ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ, ഏറ്റെടുത്തില്ല അത്. ടിനി ടോമേട്ടൻ പറഞ്ഞത്, ആ വാക്ക് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, മ്യൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മ്യൂട്ട് ചെയ്തോളും, ഈ ഊള കേസിന് ഒന്നും ഇവിടെ എടുക്കാൻ പറ്റൂല. ശരി അൻസിബ, ഈ കാര്യം ശ്വേതയോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പുറത്തു വന്ന വിവരം. അപ്പോൾ ശ്വേതയുടെ പ്രതികരണം എന്തായിരുന്നു? ഏത് ജിഹാദി പരാമർശത്തിനെ പറ്റി? അതെ അതെ, ജിഹാദി പരാമർശത്തെ പറ്റി ഞാൻ പിന്നെ ഒന്നും സംസാരിക്കാൻ നിന്നിട്ടില്ല. ശ്വേത ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കെതിരെ മറ്റൊരു വനിതാ എക്സിക്യൂട്ടീവ് അംഗം വ്യാജ പരാതി കൊടുത്തതാണ് ഞാൻ സംസാരിച്ചത്. അന്ന് ശ്വേത ചേച്ചി പറഞ്ഞു, ആസ് എ പ്രസിഡന്റ്, ആസ് എ പേഴ്സൺ, ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. അന്ന് അങ്ങനെയാണ് പറഞ്ഞത്. അതിനുശേഷം പിന്നെ എനിക്ക് ഈ ജിഹാദി പരാമർശം ടിനിച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം നീന ചേച്ചിയാണ് എന്നോട് പറഞ്ഞത്. അപ്പോ എനിക്ക് മൊത്തത്തിലെല്ലാം കൂടെ എനിക്ക് എഴുതി വായിക്കുമ്പോൾ എനിക്ക് ഇനി അവിടെ ആരോടും ഒന്നും പറയാനുമില്ല, ഒന്നിനുമില്ല എന്ന് തോന്നിയിട്ടാണ് ഞാൻ അവിടുന്ന് പടിയിറങ്ങിയത്. ശരി, ഈ കുടുംബസംഗമം നടക്കുന്നതിന്റെ തലേദിവസം നീനാക്കുറുപ്പിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നൊരു പരാമർശം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു ഈ ടിനി ടോമും നീനാക്കുറുപ്പും തമ്മിലുള്ള പ്രശ്നങ്ങൾ? അതിനെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അന്ന് ഞാൻ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. തലേദിവസം രാത്രിയാണ് ഇത് സംഭവിക്കുന്നത്. മറ്റ് മെമ്പേഴ്സ് പറഞ്ഞാണ് ഞാൻ ഈ കാര്യം അറിഞ്ഞത്. അപ്പോൾ നീനാക്കുറുപ്പേച്ചി ഒഫീഷ്യലി അമ്മ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഒക്കെ മെയിൽ അയച്ചിട്ടുണ്ട് പരാതി. ശരി ശരി, നന്ദി അൻസിബ വിവരങ്ങൾ പങ്കുവച്ചതിന്. ടിനി ടോമിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ അൻസിബയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തന്നെക്കുറിച്ച് മോശം കഥകൾ പ്രചരിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ കമ്മിറ്റിയിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വ്യക്തി വൈരാഗ്യം തീർക്കുന്നത് എന്നാണ് അൻസിബ പറഞ്ഞിരിക്കുന്ന. അവിഹിത കഥകൾ അടക്കം പ്രചരിപ്പിക്കുകയാണ്, അതോടൊപ്പം തന്നെ ജിഹാദി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു എന്നും അൻസിബ ആരോപിക്കുന്നുണ്ട്. ഡാനി പോളാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.